ടൂറിസം വകുപ്പിന് ഭാഗ്യമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പിന്നാമ്പുറത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഔപചാരികമായിട്ട് നമ്മളുടെ ടൂറിസം ഫെസ്റ്റിവൽ ഓഫീസിന്റെ ഇനോഗ്രേഷന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിവിധ കമ്മിറ്റികളുടെ വൈസ് ചെയർമാൻമാർ, സ്നേഹിതർ, ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളും കഠിനാധ്വാനം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ, കൺവീനർമാർ, ബഹുമാനിനെ വളരെയധികം സന്തോഷമുണ്ട്. ഓണം സംസ്ഥാന ടൂറിസം വകുപ്പ് ഓണം ടൂറിസം വാരാഘോഷമായിട്ട് 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെ തിരുവനന്തപുരത്തെ 36 വേദികളിലും മറ്റ് ജില്ലകളിലെ 13 ജില്ലകളിലെയും നിരവധി വേദികളിലുമായിട്ട് നടക്കുകയാണ്. കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്ന ഓണാഘോഷങ്ങളുടെ അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം തലസ്ഥാനത്തെ ആഘോഷമാണ്. അപ്പൊ അത് എല്ലാം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ വിവിധ കമ്മിറ്റികൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ള അഭിനന്ദനം കിട്ടണമെങ്കിൽ 30-ാം തീയതി കഴിയുന്നത്, പക്ഷേ അദ്ദേഹം കൂടെ കഴിയുമ്പോഴാണ് പൂർണ്ണ അഭിനന്ദനം നൽകാൻ കഴിയുക. എന്നാലും ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവരും നന്നായി പോകുന്നു. ഒരു വലിയ അനുഭവമാക്കി നമുക്ക് മാറ്റാൻ കഴിയും. നമ്മുടെ നാട്ടുകാരെ എല്ലാ പ്രയാസവും മാറ്റിവെച്ച് ഈ ദിവസങ്ങളിൽ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തും. ഒരു കാര്യം ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൂടി ഡയറക്ടറും സെക്രട്ടറി ഉണ്ടായതുകൊണ്ട് നമുക്കിന്ന് ഒരിക്കൽ കൂടി ഒരു പോലീസ് കോർഡിനേഷന്റെ മീറ്റിംഗ് എടുത്തിട്ട് ട്രാഫിക് സംബന്ധമായ ചില കൃത്യമായ നിർദ്ദേശങ്ങൾ അവസാനത്തെ ദിവസത്തേക്ക് മാത്രമല്ല,
ഈ ദിവസങ്ങളിൽ 24-ാം തീയതി മുതൽ ആളുകൾ നഗരത്തിലേക്ക് വന്നാൽ അവരുടെ വാഹനം പാർക്കിംഗ് ചെയ്യണം. അവർക്ക് കൃത്യമായി ഇവിടെ വന്നിട്ട് നിശാഗന്ധിയിലും കലാപത്തിലും എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മൾ ഒരുക്കിയില്ലെങ്കിൽ ആളുകൾ പ്രയാസപ്പെടും. ആളുകൾ മാത്രമല്ല, ഈ നഗരത്തിലേക്ക് സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി എത്തുന്ന മനുഷ്യരും ജീവനക്കാരും കുട്ടികളും ഒക്കെ ബുദ്ധിമുട്ടാകും. അപ്പൊ ഒന്നുകൂടി നമുക്ക് പോലീസുമായി ബന്ധപ്പെട്ട ഒരു കോർഡിനേഷൻ കൂടി ഒരു ഹയർ ലെവലിൽ നടത്തിയിട്ട് ചില സജഷൻസ് മീഡിയ തന്നെ തന്നിട്ടുണ്ട്. ഇന്ന് പലരും പറയുന്നുണ്ട്. അപ്പൊ സജഷൻസിലേക്ക് പോലീസുമായിട്ടാണ്, അവർക്കാണ് അതിന്റെ എക്സ്പെർട്ടൈസ് ഉള്ളത്. അവരത്തും കൂടെ നമ്മളൊന്ന് നമ്മുടെ ആഗ്രഹം പറയുക. നമുക്ക് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇത് കാണാൻ വരുന്നവർക്ക് കനകക്കുന്നിലെത്തണം. നമ്മുടെ ഫെസ്റ്റിവൽ നടക്കുന്നതിന്റെ പേരിൽ ആളുകൾക്ക് പ്രത്യേകമായി സാധാരണ ജനങ്ങൾ കുറച്ച് പ്രയാസം ഉണ്ടാകും. അത് ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്, അത് ആൾക്കാർ ഉൾക്കൊള്ളും. അതല്ലാതെ ഒരു ട്രാഫിക്കിനെ പ്രോപ്പറായി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു സംവിധാനം നമുക്ക് ഒരുക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി എല്ലാ ഒരുക്കങ്ങളും നന്നായി പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിവിടെ ഫെസ്റ്റിവൽ ഓഫീസും ഇനാഗ്രേറ്റ് ചെയ്യുകയാണ്. കുറച്ചുകൂടെ മുമ്പേ ചെയ്യാമായിരുന്നു, പക്ഷെ അന്നേരം ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇനി നമുക്ക് ചിങ്ങമാസത്തിൽ ചെയ്താൽ മതി എന്നതുകൊണ്ടാണ്. ഇന്നലെ ആയിട്ടുള്ളൂ ചിങ്ങം, അതുകൊണ്ടാണ് ചിങ്ങമാസത്തിൽ തന്നെ നമുക്ക് ഫെസ്റ്റിവൽ ഓഫീസ് ഇനാഗ്രേറ്റ് ചെയ്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായി കൊണ്ടുപോകാം. എല്ലാവർക്കും പ്രത്യേകമായ ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ്. കേരളത്തിലെ ഓരോ ഗ്രാമങ്ങൾക്കും അവരുടേതായ ഒരു ഘടകമാണ്. ഓരോ ഗ്രാമത്തിലും അവരുടേതായ തനതായ പാരമ്പര്യത്തിന്റെ കലകളുടെ ഉറച്ചാത്തോടു കൂടിയ ഭംഗിയായ കലകൾ അവതരിപ്പിക്കാൻ കഴിയും. നമുക്കറിയാം, പുലികളെയും ഉമ്മാട്ടികളെയും ആനകളിലെ വ്യവസ്ഥയും അത്തച്ചമയത്തിന്റെ വർണ്ണാത്മകമായ കാഴ്ചകളും എല്ലാം ഓണക്കാലത്ത് നമ്മുടെ മുന്നിൽ നിറയുകയാണ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ വൈവിധ്യമായ തനതായ പാരമ്പര്യങ്ങളെല്ലാം ഉയർത്തിക്കാട്ടപ്പെടുന്ന ഒരു അവസരം കൂടിയാണ്. പൂക്കളുടെ നിറവും സദ്യയുടെ രുചിയും പാട്ടിന്റെ താളവും എല്ലാം ഒരുമിച്ച് കൂടുന്ന മതീയമായ ഒരു ആഘോഷമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും നമുക്ക് അയൽക്കാരും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരുമിച്ചുള്ള ഓണാഘോഷം വിനോദ ആഘോഷം തന്നെയാണ്. കേരളത്തിലെ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഈ ഓണാഘോഷത്തിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. നമ്മുടേതായ ഈ ആഘോഷങ്ങളിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേരാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഊഷ്മളമായ ഓണാശംസകൾ. ഈ വർഷത്തെ ഓണത്തെ വരവേൽക്കാൻ സംസ്ഥാന ടൂറിസം വകുപ്പ് തയ്യാറായിരിക്കുകയാണ്. 24 ഈ മാസം 24-ാം തീയതി കലാപത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വർഷത്തെ ഓണം ടൂറിസം വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. 24 മുതൽ 30 വരെ നിശാഗന്ധിയിലും മറ്റ് 36 വേദികൾ തിരുവനന്തപുരത്തും മറ്റ് 13 ജില്ലകളിലും DTPC നേതൃത്വത്തിൽ ഈ വർഷത്തെ ഓണം ടൂറിസം വാരാഘോഷം സംഘടിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും കലാകാരന്മാർ ഈ ദിവസം വിവിധ അറിവുകളിൽ അവരുടെ കലാവിരുദ്ധങ്ങളുമായി എത്തും. ഓണം ആഘോഷമാക്കാൻ എല്ലാവരെയും ഈ അവസരത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പത്രമാധ്യമ സുഹൃത്തുക്കൾ എല്ലാവർക്കും
ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ ആദ്യം നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ലോഗോ പ്രകാശനമാണ്. ലോഗോ പ്രകാശനത്തിനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ക്ഷണിച്ചു. ബഹുമാനായ സെക്രട്ടറി, ഡയറക്ടർ, നമ്മുടെ വൈസ് ചെയർമാൻമാരുണ്ട്, ശ്രീ പാലോട് രവി അവർകൾ, ശ്രീ നെയ്യാറ്റിൻകര സനൽ, ശ്രീ എം എ വാഹിദ്, പ്രിയപ്പെട്ട ശ്രീ ശരചന്ദ്ര പ്രസാദ്, ശ്രീ മടക്കാട് സുരേഷ്, ശ്രീ മരിയാപുരം ശ്രീകുമാർ, നമ്മുടെ എം ഡി ശ്രീ കെ എസ് ഗോപകുമാർ, ശ്രീ ജയകുമാർ അടക്കം ഈ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻമാർ, ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥർ, പ്രിയമുള്ളവർ, മേളിൽ സംസാരിച്ചുകൊണ്ട് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. നമ്മുടെ ലോഗോ പ്രകാശനമാണ്. അതിനുശേഷം നമുക്ക് മറ്റ് ചടങ്ങുകൾ ഇതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ നടക്കുകയാണ്. ട്രേഡ് ഫെയറിൻ്റെ ഇനാഗുറേഷൻ നടക്കേണ്ടതായിട്ടുണ്ട്, ഫുഡ് ഫെസ്റ്റിൻ്റെ ഇനാഗുറേഷൻ നടക്കേണ്ടതായിട്ടുണ്ട്, വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ ഉദ്ഘാടനം നടക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ KTDCയുടെ പായസമേള 19-ാം തീയതി നാളെ അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിലൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എല്ലാവരുടെ ആത്മാർത്ഥമായ പിന്തുണയും നേതൃത്വവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിന് ശേഷം നമ്മുടെ വകുപ്പിൻ്റെ ഡയറക്ടറേറ്റിൻ്റെ ഓണസദ്യയുണ്ട്. എല്ലാവരും ഓണസദ്യയും കഴിക്കണം എന്ന് നമ്മുടെ ഡയറക്ടറേറ്റിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവിടുത്തെ എല്ലാ ജീവനക്കാരും നമ്മൾ എല്ലാവരുമായിട്ടും ചേർന്ന് സദ്യ കഴിക്കണം. ശുചിത്വ മിഷൻ്റെ നേതൃത്വത്തിൽ ഹരിത ഓണം എന്ന പേരിലൊരു ശുചിത്വ മിഷൻ്റെ ഓണത്തിൻ്റെ സന്ദേശം എത്തിക്കുന്ന ഒരു വാഹനം ബഹുമാനായ നമ്മുടെ LSCD മിനിസ്റ്റർ ശ്രീ KM ഷാജി അവരുടെ നേതൃത്വത്തിൽ ഇവിടെ അല്പം മുമ്പ് അദ്ദേഹം അത് നിർവഹിക്കുകയുണ്ടായത്. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഹരിത ഓണത്തിൻ്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശുചിത്വ മിഷൻ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. അങ്ങനെ വിവിധ വകുപ്പുകൾ നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ വകുപ്പുകളും ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട് 30-ാം തീയതി. അപ്പോൾ അവരോടെല്ലാമുള്ള പ്രത്യേകമായ നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാ അനുഭവത്തോടുകൂടി ഈ ലോഗോ പ്രകാശനം ചെയ്തു.